Hi friends, welcome back to my channel. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് റെസിപ്പി എന്താണെന്ന് നോക്കാം. അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പാൻ ഒന്ന് വെച്ചിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കിച്ചണിൽ വന്ന പാടെ തന്നെ നമുക്ക് റൈസ് എടുത്തിട്ടുണ്ടല്ലേ, വേവിക്കാനുള്ള റൈസ് എടുത്തിട്ട് കഴുകി ഒന്ന് വെള്ളത്തിലേക്കൊന്ന് ഇട്ട് വെക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ ഒരു എണ്ണയിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ചീരകവും 2 കഷ്ണം ഏലക്കയും ചെറിയൊരു കഷ്ണം പട്ടയും പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ അതാ ഒരു പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയാണ്. എഗ്ഗ് ഞാൻ ഒന്ന് ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തണം കേട്ടോ. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കുന്ന ടൈമിൽ പൊടികളൊന്നും കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുകയും ചെയ്യണം. എന്നിട്ട് നമുക്ക് ആ ഒരു എഗ്ഗ് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം. ആ ഒരു മസാലയൊക്കെ അതിൻ്റെ മുകളിലോട്ടൊന്ന് പിടിച്ച് വരട്ടെ. പാകത്തിന് സേഫായിട്ട് എടുത്ത് വെച്ചു. രണ്ടാമത്തെ നേരെ താഴോട്ട് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ വേറൊരു മുട്ട ഒന്ന് എടുത്ത് വെച്ചു. അത് നന്നായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് ഒരു പകുതി സവാളയും ചെറിയൊരു തക്കാളിയും പിന്നെ ചെറിയൊരു ഉരുളക്കിഴങ്ങും പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ചതാണ്. ഞാൻ കടലക്കറിക്ക് വേണ്ടിയിട്ട് ചേർത്തിട്ടുള്ളതെന്ന് 1 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ടതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു പച്ചക്കറിക്കും റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എപ്പോഴും റൈസൊക്കെ വെക്കുന്ന സമയത്ത് കല്ലുപ്പ് ചേർക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഒരു റൈസിന് ബെറ്റർ ടേസ്റ്റ് അത് കൊടുക്കും. പിന്നെ ഇതാ നമുക്ക് ഇതിലേക്ക് റൈസിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലോണം തിളച്ച വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ 1 കപ്പ് നമ്മൾ സാധാരണ ചായയൊക്കെ കുടിക്കുന്ന 1 കപ്പാണ് കേട്ടോ. അതിന് 1 കപ്പ് റൈസാണ്, ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ ഒരു അരമണിക്കൂറൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ആ ഒരു റൈസും കൂടെ നമുക്കിനി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കാം. ഉപ്പ് പാകമാണ് നോക്കാം. ഈ ഒരു ടൈമിൽ ഉപ്പ് കുറച്ച് എപ്പോഴും റൈസിന് മുന്നേ നിൽക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴേ റൈസ് കുക്കായി വരുമ്പം ആ ഒരു ഉപ്പിൻ്റെ പാകമൊക്കെ കണക്കായിട്ടിരിക്കുള്ളൂ. അപ്പോൾ അതാ ഇടയ്ക്ക് ഞാൻ അടപ്പൊന്ന് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഉള്ളരിയൊക്കെ വേവാനുണ്ട്, റൈസ് നല്ലോണം സോഫ്റ്റ് ആവാനുണ്ട്. അപ്പോൾ നമുക്ക് ഒരു റൈസ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മസാല പുരട്ടി മാറ്റി വെച്ചില്ല ഒരു എഗ്ഗ്, അതും കൂടെ ഇനി ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് അടച്ച് വെച്ച് നല്ലോണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ റൈസ് നമ്മൾ വളരെ കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ചൊന്ന് സമയം എടുക്കുന്നതൊന്ന് സോഫ്റ്റായി കിട്ടാൻ പറ്റും. അപ്പോൾ നല്ലോണം ഫ്ലെയിം കുറച്ചൊന്ന് അടച്ചൊന്ന് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ റൈസൊക്കെ ഒന്ന് റെഡി ആവാൻ ഇനി ഞാൻ കുറച്ച് നെയ്യിൽ കുറച്ച് കാഷ്യൂസും റൈസിൻസും കൂടെ ഒന്ന് വറുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുതിനയിലേക്ക് കൊണ്ടൊക്കെ ഇതിൽ ചേർക്കാൻ കേട്ടോ. അപ്പോൾ റൈസിന് ഒന്നും കൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അപ്പവും കടലക്കറിയാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മാറ്റി വെച്ചു. പിന്നെ ഇതാ ഒരു ഞാൻ ഒരു ലഞ്ച് ബോക്സിലോട്ടൊന്ന് എടുക്കുന്നുണ്ട്. ഒരു മുട്ട ബിരിയാണിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള റൈസ് തന്നെയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് നാരങ്ങ അച്ചാറും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ കുട്ടികൾക്കുള്ളത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും മുട്ടയൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു റൈസ് ചെയ്ത് കൊടുത്ത് നോക്കൂ, അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോയും റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.